കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ നയപ്രഖ്യാപനം. സാമ്പത്തിക മേഖലയിൽ കേന്ദ്ര നയങ്ങൾ വെല്ലുവിളിയാകുന്നു എന്ന വിമർശനം. വിഴിഞ്ഞം VGF ഗ്രാന്റായി അനുവദിക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെയും നയപ്രഖ്യാപനത്തിൽ വിമർശിച്ചു. അതേസമയം നവകേരള സാക്ഷാത്കാരത്തിന് സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും നയപ്രഖ്യാപനത്തിൽ ഗവർണർ വ്യക്തമാക്കി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ നയപ്രഖ്യാപനത്തിന്റെ സമഗ്ര വിവരങ്ങൾ നൽകും ഷീജ. 1 മണിക്കൂർ 57 മിനിറ്റ് ദൈർഘ്യമായിരുന്നു നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റേത്. ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പ്രധാനമായും നവകേരള നിർമ്മിതി, അതിനൊപ്പം തന്നെ സംസ്ഥാനത്തിനെതിരായിട്ടുള്ള കേന്ദ്രത്തിൻ്റെ സമീപനം, അതിനെ വിമർശിച്ചുകൊണ്ടുള്ള നിലപാട്, ഇത് രണ്ടും എടുത്തു പറയുന്ന രീതിയിൽ തന്നെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ വായിച്ചു എന്നുള്ളത് ഏറെ പ്രസക്തം തന്നെയാണ്. ഇതിൽ വിമർശനത്തിൻ്റെ ഭാഗത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്, സാമ്പത്തിക പ്രയാസത്തിലൂടെ സംസ്ഥാനം കടന്നു പോകുന്നതിന് പ്രധാന കാരണം കേന്ദ്രത്തിന്റെ അവഗണന തന്നെയാണ്, തെറ്റായിട്ടുള്ള നിലപാടുകൾ തന്നെയാണ് എന്നതാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അദ്ദേഹത്തിന്റെ ആദ്യ കേരള നിയമസഭയുടെ നയപ്രഖ്യാപന പ്രസംഗമായിരുന്നു അതിൽ വിമർശിച്ചത്. The cessation of GST compensation and revenue deficit grants coupled with restrictive conditions on centrally sponsored schemes and new borrowing constraints have posed significant fiscal challenges for my government, counteracting the union government's emphasis on promoting state capital expenditure. My government has submitted the above request to the union government and remains optimistic that it will receive favorable consideration. അതോടൊപ്പം തന്നെ വിഴിഞ്ഞത്തിന്റെ വിഷയവും അദ്ദേഹം പരാമർശിച്ചു എന്നുള്ളതാണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യത്തിൽ VGF അത് ഗ്രാന്റായി തന്നെ അനുവദിക്കണം എന്നുള്ള സംസ്ഥാനത്തിന്റെ ആവശ്യം കേന്ദ്രം പരിഗണിച്ചിരുന്നില്ല. അതിന് അങ്ങനെയല്ലാതെ വായ്പയെ അനുവദിക്കാം എന്നുള്ളൊരു നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചിട്ടുള്ളത്. അത് സംസ്ഥാനത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നതാണ് എന്നാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ വ്യക്തമാക്കിയത്. ഇതിനു പുറമെ മറ്റു കാര്യങ്ങൾ, അതായത് നവകേരള നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകുന്നതായിരുന്നു നയപ്രഖ്യാപന പ്രസംഗം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പൊതുവിദ്യാഭ്യാസം, അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിൽ കേരളം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ അതിനെ പ്രത്യേകമായി തന്നെ പ്രശംസിക്കുകയും ചെയ്തുകൊണ്ടായിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ന് നടന്നത്. Over the past decade, Kerala has faced series of devastating disasters. Recent Mepadi landslide. Despite these challenges, Kerala's disaster management model rooted in community resilience. My government is committed to rehabilitating all those affected by the Mepadi landslide by ensuring the completion of the township within 1 year. ഏതായാലും ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലുടനീളം കണ്ടതിൽ മറ്റൊന്ന്, സംസ്ഥാനത്തിന്റെ നേട്ടങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ സംസ്ഥാനം ഏത് രീതിയിലാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടപ്പിലാക്കുന്നത്, അതോടൊപ്പം തന്നെ ദരിദ്രർ ഇല്ലാത്തതിനൊപ്പം തന്നെ എല്ലാവർക്കും പാർപ്പിടം എന്നുള്ള ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ, ഓരോ മേഖലയിലെയും നേട്ടങ്ങൾ പ്രത്യേകമായി എടുത്തു പറഞ്ഞുകൂടിയാണ് നയപ്രഖ്യാപന പ്രസംഗം അവസാനിച്ചത്. സംസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ ചില ഘട്ടങ്ങളിൽ പ്രത്യേകമായി തന്നെ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിന് അപ്പുറത്ത് പ്രശംസിക്കുന്ന ഒരു നിലപാടും ഗവർണർ സ്വീകരിച്ചു എന്നുള്ളതും ശ്രദ്ധേയമായി. ശരി ഷീജ.